വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ കുറച്ച് ഭരണഘടനയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണാം. അപ്പോൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കും ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, അതായത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ചേർത്തത് ഏത് ഭരണഘടന ഭേദഗതി അനുസരിച്ചാണ്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. 1976 42 ഭേദഗതി, ബി 1951 1 ഭേദഗതി, സി 1953 2 ഭേദഗതി, ഡി 1992 74 ഭേദഗതി. അപ്പോൾ ഈ ചേഞ്ചസ്, പ്രിയാമ്പിളിൽ ഈ ചേഞ്ചസ് വരുത്തിയത് ഏതാണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 42 ഭേദഗതി. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്, അതായത് സോഷ്യലിസ്റ്റും സെക്യുലറും എന്നുള്ള വാക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രിയാമ്പിളിൻ്റെ വേറൊരു ഭാഗത്ത് ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ 42ാമത്തെ ഭേദഗതി അനുസരിച്ചിട്ട്. അതേപോലെ ഈ ഓപ്ഷനിൽ കിടക്കുന്ന 74ാമത്തെ ഭേദഗതി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അർബൻ ലോക്കൽ ബോഡീസിൻ്റെ ഇത് കൊണ്ടുപോകുന്നത് 74ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ അത് ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും 74ാമത്തെയും 73ാമത്തെയും ഭേദഗതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസിൽ വരുന്ന ഈ അമെൻമെൻറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഭയങ്കര സിമ്പിളാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്ന സംസ്ഥാനം ഏത്? അപ്പോൾ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലെങ്കിൽ സംവിധാനം വന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പം 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്: കേരളം, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, രാജസ്ഥാനാണ്. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് സംവിധാനത്തിനെ കുറിച്ചുള്ള ഭേദഗതി ഏതാണ്? 73ാം ഭേദഗതി, 73rd അമെൻമെൻറ്റ് ആണ് പഞ്ചായത്ത് രാജിനെ കുറിച്ചും. അതേപോലെ തന്നെ 74th വരുമ്പോൾ ഏർബൻ ലോക്കൽ ബോഡീനെ കുറിച്ചും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പം നവംബർ 11 ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അത് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആരായിരുന്നു ആ വിദ്യാഭ്യാസ മന്ത്രി? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻ വരാം, അവരുടെ ബർത്ത്ഡേ എന്നാണ്, അപ്പോൾ എന്നായിരിക്കും എഡ്യൂക്കേഷൻ ഡേ എന്നും കൂടെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആ ആദ്യത്തെ മിനിസ്റ്റർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മൗലാന അബ്ദുൽ കലാം ആസാദ്. സെക്കൻഡ് വരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ. തേർഡ് വരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡി വരുന്നത് ജഗ്ജീവൻ റാം. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൗലാന അബുൽ കലാം ആസാദ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. അവരുടെ ബർത്ത്ഡേ എന്നാണ്? നമ്മൾ നവംബർ 11 ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ നവംബർ 11 ഇമ്പോർട്ടൻസ് എന്താണ്? അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി, സോ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് ആരാ എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണുള്ളത്: ശ്രീമതി ദ്രൗപദി മുർമു, ശ്രീമതി പ്രതിഭ പാട്ടിൽ, ശ്രീമതി സരോജിനി നായിഡു, അതേപോലെ തന്നെ ശ്രീമതി ആനി ബെസന്റ്. ആരായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രീമതി പ്രതിഭ പാട്ടിൽ. അപ്പോൾ ഓപ്ഷൻ എ ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് പ്രതിഭ പാട്ടിലാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ആണ്. അതേപോലെ സരോജിനി നായിഡുയുടെ പേരും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്, അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ആനി ബെസന്റ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പേരും കൂടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അടുത്തത് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി, ഫസ്റ്റ് ഫീമെയിൽ ചീഫ് മിനിസ്റ്ററാണ് നോക്കുന്നത്. ശ്രീമതി സുചേത കൃപലാനി, ശ്രീമതി സരോജിനി നായിഡു, ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ്. അപ്പോൾ ഇവർ 4 പേരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആദ്യം എന്ന് പറയാൻ പറ്റുന്ന വനിതകളിൽ കുറേ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവർ 4 പേരും. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ശ്രീമതി സുചേത കൃപലാനിയാണ് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി
ഇന്ത്യയിലെ. ഇപ്പം ബാക്കിയുള്ളവർ ആരാന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ശ്രീമതി സരോജിനി നായിഡു ആദ്യത്തെ ഫീമെയിൽ ഗവർണറായിരുന്നു. ആദ്യത്തെ വനിതാ ഗവർണറാണ് ഇന്ത്യയിലെ ശ്രീമതി സരോജിനി നായിഡു. ശ്രീമതി ഇന്ദിരാഗാന്ധിയോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിത്തോ ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ സിസ്റ്ററാണ്. ജവഹർലാൽ നെഹ്റുയുടെ സിസ്റ്റർ മാത്രമല്ല UNGA അതായത് UN ജനറൽ അസംബ്ലിയിലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റും ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതേപോലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആദ്യം എന്ന് പറയുന്ന കുറേ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് നോക്കിയാൽ ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വീണ്ടും അറിഞ്ഞ് ആ ആൻസറിലേക്ക് എത്താനും പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? സോ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണെന്നാണ് നോക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ, സെക്കൻഡ് വൺ BR അംബേദ്കർ, തേർഡ് വൺ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫോർത്ത് വൺ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 4 ഓപ്ഷൻസ് ആണുള്ളത്. 4ഉം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ആദ്യത്തെ ഉപരാഷ്ട്രപതി അതായത് വൈസ് പ്രസിഡന്റ് ആരാ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്ക് നോക്കിയാലോ ആൻസർ എന്താണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അപ്പോൾ ഈ ഓപ്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. എസ്പെഷ്യലി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. വേറെ എന്തെങ്കിലും അവരുടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി ആരൊക്കെയാ? സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. BR അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ ഹെഡ് ചെയ്ത് BR അംബേദ്കർ ആണ്. അതേപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ് പ്രസിഡന്റ്, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സർവപ്പള്ളി രാധാകൃഷ്ണൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന വർഷം. സോ നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് ഏത് കൊല്ലത്താ? 1947. പക്ഷെ അപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുന്നില്ല. അതിനുശേഷം ഇരുന്നിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനലൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അത് ഏത് കൊല്ലാണെന്ന് നോക്കാം. 1948 ആണോ, 1950 ആണോ, 1951 ആണോ, അതോ 1947 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ 1950 ആണ്. ആ കൊല്ലമാണ് നമ്മളുടെ ആദ്യത്തെ റിപ്പബ്ലിക് ഡേ. കാരണം ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതും ആ കൊല്ലമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ആദ്യത്തെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് 4 ഓപ്ഷൻസ് ആണല്ലോ, നോക്കാം. മൊറാർജി ദേശായി, P. ചിദംബരം, ഷൺമുഖം ഷെട്ടി, പ്രണബ് മുഖർജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ C ആണ്, ഷൺമുഖം ഷെട്ടിയാണ് ആദ്യത്തെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാമല്ലോ. ഇത് 2 കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ ഇതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട്? അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. എത്ര രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് എത്ര ആൾക്കാരാണ് അംഗങ്ങളായിട്ടുള്ളത് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ ആൻസർ? 9 ആൾക്കാരാണ്, 9 മെമ്പേഴ്സാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത കൊല്ലം ക്വസ്റ്റ്യൻ വരെ എന്തായിരിക്കും? നമുക്ക് ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യേണ്ടതെന്നും കൂടെ അറിയണം. അപ്പോൾ അടുത്ത കൊല്ലം ചിലപ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് വിചാരിക്കാം ലോക്സഭയിൽ എത്രയായിരിക്കും അംഗങ്ങൾ കേരളത്തിൽ നിന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ്? 20 അംഗങ്ങളാണ്. 20 ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുന്നത്. അപ്പോൾ 9 രാജ്യസഭ, 20 ലോക്സഭ. അങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള മെമ്പേഴ്സ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് ആര്? അപ്പം നമുക്കിങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആവണ കാണാം. ഏറ്റവും കൂടുതൽ ആരാണായിരിക്കണേ, ആദ്യമായിട്ട് ആരായിരിക്കണേ. അപ്പം ഇങ്ങനെ വലിയ വലിയ പദവികൾ, അതായത് മുഖ്യമന്ത്രി, രാഷ്ട്രപതി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അങ്ങനത്തെ ഓരോ, ഇപ്പോൾ വനിതാ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വനിതാ രാഷ്ട്രപതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഫസ്റ്റ് എന്ന് പറയുന്ന പദവികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് ആര്? ഏറ്റവും കൂടുതൽ തവണ, ഏറ്റവും ടൈംസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: K. കരുണാകരൻ,
EK നായനാർ, ഉമ്മൻചാണ്ടി ആൻഡ് പിണറായി വിജയനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, അതായത് കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണ്, EK നായനാർ എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ സമയം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ EK നായനായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ എത്ര പ്രാവശ്യം ആയി എന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കരുണാകരനായിരിക്കും. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ വരാം EK നായനാരെ കുറിച്ചായിരിക്കും. സോ അടുത്ത പ്രാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷനും കൂടെ ജസ്റ്റ് ഒന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ സിമ്പിളാവും. അടുത്ത നോക്കാം. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? സോ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നരേന്ദ്രമോദി, അരവിന്ദ് പനഗരിയ, സുമൻ ബേരി, സുബ്രഹ്മണ്യം. സോ ഇവരൊക്കെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന പേരുകളാണ്. അപ്പോൾ ഇവർ ആരാണെന്ന് നോക്കാം. ആൻസർ എന്താണ്? വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത് സുമൻ ബേരിയാണ്. സുമൻ ബേരിയാണ് വൈസ് ചെയർമാൻ. അപ്പോൾ ചെയർമാൻ ആരായിരിക്കും? ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. സോ ഫസ്റ്റ് ഓപ്ഷൻ ചെയർമാൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഈ ഓപ്ഷൻ സി ആണ് നമ്മുടെ വൈസ് ചെയർമാൻ. അതേപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ നോക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്. കാരണം ഇപ്പോൾ നമ്മുടെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ഇറങ്ങിയല്ലോ, 16th ഫിനാൻസ് കമ്മീഷൻ ബഡ്ജറ്റിൻ്റെ കൂടെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. സോ അതും വേണമെങ്കിൽ നമുക്ക് അടുത്തതിൻ്റെ അകത്ത് ചോദിക്കാം. 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി പഴയ ഓപ്ഷൻസിൽ കിടപ്പുണ്ട്, അരവിന്ദ് പനഗരിയ എന്ന് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യം ആരായിരുന്നു? നീതി ആയോഗിൻ്റെ CEO ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിധി ചിബ്ബർ എന്നുള്ള ആൾ ഇപ്പോൾ CEO ആയിട്ട് കയറിയിട്ടുണ്ട്. സോ നിധി ചിബ്ബർ സുബ്രഹ്മണ്യം മാറ്റിയിട്ട് CEO ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ചെയർമാനാണ് നീതി ആയോഗിൻ്റെ നരേന്ദ്രമോദി. ഓപ്ഷൻ ബി 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ഓപ്ഷൻ സി സുമൻ ബേരി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ്. ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ CEO ആയിരുന്നു, ഇപ്പോൾ മാറിയിട്ട് നിധി ചിബ്ബറായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദേശീയ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്നാണ് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ജാനുവരി 26, ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, നവംബർ 26 ആണ് ഓപ്ഷൻസ് എടുക്കണം. ഇത് 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, അതായത് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്നായിരിക്കും ആൻസർ വരുന്നത്? നവംബർ 26 നവംബർ 26 ഇപ്പോൾ പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് ഡേറ്റ് എന്താണ്? നവംബർ 26, 1949 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു, എന്നിട്ട് ഫുള്ളി ഇംപ്ലിമെൻ്റ് ആവുന്നതാണ് 1950. അപ്പോൾ അത് നവംബർ 26 ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ അതല്ലാണ്ട് ജാനുവരി 26 എന്താ? അപ്പോൾ ജാനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം പേപ്പറിൽ നമ്മൾ ഈ ബാക്കി ഡേറ്റ്സിനും കൂടെ ഉള്ള ഇമ്പോർട്ടൻസ് നോക്കണം. അതേപോലെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സും കൂടെ ഇപ്പോൾ നവംബർ 26 നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തെറ്റായി നൽകിയിരിക്കുന്നവ കണ്ടെത്തുക. സോ നമുക്ക് ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. തെറ്റ് ഏതാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ശരിയല്ല, തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക തെറ്റ് എന്നുള്ളത്. അപ്പോൾ കാരണം നമ്മൾ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ശരിയല്ല ചോദിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ തെറ്റ് എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരും. പിന്നെ അത് തെറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അടുത്തത് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓരോ ബോറോയും കോൺസ്റ്റിറ്റ്യൂഷൻ പല സ്ഥലത്തുനിന്നും ബോറോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എവിടെ നിന്നൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് പോലെ. തേർഡ് വൺ മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. 4ാമത്തേത് ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നു അമേരിക്കയാണെന്ന്. അതേപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ പറയുന്നു റഷ്യയിൽ നിന്നാണ്. അതേപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ DPSP പറയുന്നു ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി അമെൻമെൻറ്റ് പറയുന്നു കാനഡയിൽ നിന്നാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത്
മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. കാരണം അമേരിക്കയാണ് ആദ്യമായിട്ട് ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യമൊന്നും നല്ലോണം സോളിഡ് ആക്കി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ ആഡ് ചെയ്യുന്നത് അമേരിക്കയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മളത് ബോറോ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്തായാലും കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതും കറക്റ്റാണ്. സോവിയറ്റ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുക്കുന്നത്. ഇതും കറക്റ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നല്ല, അയർലൻഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് വേറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് ഇൻസ്പയർ ആയിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. ഫോർത്ത് വൺ എന്താണ്? ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നല്ല, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് രണ്ടെണ്ണമാണ് തെറ്റ്. കാനഡയിൽ നിന്ന് നമ്മൾ വേറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവർണറിൻ്റെ പൊസിഷനൊക്കെ കാനഡയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതിങ്ങനെയല്ല. ഇത് തേർഡ് വൺ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. അപ്പോൾ ലാസ്റ്റ് രണ്ടെണ്ണം തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരിക? 3, 4 എന്നിവ തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരെന്ത്? സോ പഴയ പാർലമെൻറ്റ് മാറ്റി നമ്മളിപ്പോൾ പുതിയ പാർലമെൻറ്റിലേക്ക് പോയല്ലോ. അപ്പോൾ പഴയ പാർലമെൻറ്റിൻ്റെ പേര് എന്താണ് ഇപ്പോൾ എന്നാണ് ചോദ്യം വരുന്നത്. 4 ഓപ്ഷൻസ് ആണല്ലേ. സംവിധാൻ സദൻ, സൻസദ് ഭവൻ, കർത്തവ്യ പത്ത്, ക്ലിഫ് ഹൗസ്. അപ്പോൾ ഈ 4 ഏതാന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സംവിധാൻ സദൻ. അതേപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കർത്തവ്യ പത്ത്. പണ്ട് രാജ്പത്ത് ആയിരുന്നതാണ് ഇപ്പോൾ കർത്തവ്യ പത്തായി മാറിയത്. രാജ്പത്ത് രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന വഴിയാണ് രാജ്പത്ത് എന്ന് വിളിച്ചിരുന്നത്. അതായത് കിങ്ങിൻ്റെ വഴി എന്നുള്ളൊരു ഇതിൻ്റെ അകത്താണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ കൊളോണിയൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ കളയാൻ വേണ്ടിയാണ് കർത്തവ്യ പത്ത്, അതായത് ഡ്യൂട്ടിയുടെ പാത്ത് എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് കർത്തവ്യ പത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ സംവിധാൻ സദനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? സോ ഭാരതീയ ന്യായ സംഹിത എന്തിൻ്റെ പുതിയ പേരാണ്? IPCയുടെ പുതിയ പേരാണ് ഭാരതീയ ന്യായ സംഹിത. അതെന്നാണ് നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് ആണല്ലേ. ജൂലൈ 1, 2021, ജൂലൈ 1, 2022, ജൂൺ 1, 2024 ആൻഡ് ജൂലൈ 1, 2024. അപ്പം എന്നാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ഡി, ജൂലൈ 1, 2024. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത പോലെ തന്നെ IPCയുടെ കൂടെ ഉണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നു? CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഒക്കെ മാറി വേറെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകളൊന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പേരുകളായിരിക്കും മാറി ചോദിക്കുക. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെ നേരത്തെ കണ്ട ഫണ്ടമെന്റ് ബോറോയിങ് എടുത്ത എവിടെ നിന്നാണെന്നല്ല ചോദിച്ച മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. പേരുകൾ എന്താണ്, IPC ഏതാണ്, CRPC ഏതാണ്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് പേരുകൾ പഠിച്ചു പോയാൽ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തത് നോക്കാം. നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണ രൂപം എന്ത്? അപ്പോൾ നമ്മൾ കാണുകയാണ്, ഒരേ തീം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നേരത്തെ നമ്മൾ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാ എന്നുള്ളത് ചോദിച്ചായിരുന്നു. അപ്പോൾ വീണ്ടും തീം റിപ്പീറ്റ് ചെയ്യാണ്. നീതി ആയോഗ് തന്നെ വീണ്ടും ക്വസ്റ്റ്യനിൽ വരികയാണ്. ഓപ്ഷൻസ് എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ് വൺ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ. സോ ഈ ഫസ്റ്റ് 2 ഓപ്ഷനിൽ ഫോറും ഓഫും മാത്രമേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് വണ്ണിൽ ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് വണ്ണിൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുകയാണ്. തേർഡ് വണ്ണിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിങ് വിത്ത് ഇന്ത്യ, കൂടെ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. അപ്പം നമ്മളിത് കാണാപ്പാഠം പഠിച്ച് പോകുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പം ആദ്യത്തെ ഇതിൻ്റെ അകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എന്നുള്ളൊരു എയിം പോലെയാണ് പറയുന്നത്. അതിപ്പോൾ നടക്കണം എന്നുള്ളൊരു എയിം വെച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തേർഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമിങ് വിത്ത്, അത് അതിൻ്റെ സൈഡിൽ കൂടെ വിത്ത് ട്രാൻസ്ഫോം ചെയ്യേണ്ട കാര്യമില്ല. നീതി ആയോഗ് ട്രാൻസ്ഫോം ചെയ്യേണ്ടല്ലോ. നീതി ആയോഗ് ഇന്ത്യ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫോമിങ് ഇന്ത്യനെ കുറച്ചുകൂടെ നന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കുന്ന ഒരു ബോഡി. അപ്പോൾ ട്രാൻസ്ഫോമിങ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോർമേഷന് നമ്മൾ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്ത് നന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ മീനിങ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിലേക്ക്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ.
ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്, ഡിഫൻസ് മിനിസ്റ്റർ ആര് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കുറേ വരാറുണ്ട്, അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ആ ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ്? രാജ്നാഥ് സിംഗ്, ഓപ്ഷൻ ബി അമിത് ഷാ, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി നിതിൻ ഗഡ്കരി. അപ്പോൾ ഇവരൊക്കെ മിനിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ്. അപ്പോൾ ഈ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കി പോകണം, കാരണം അതും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്തൊക്കെയാണ്? അമിത് ഷാ, ഓപ്ഷൻ ബി അമിത് ഷാ, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി നിതിൻ ഗഡ്കരി. അമിത് ഷാ എന്താണ്? ഹോം മിനിസ്റ്റർ, നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ, നിതിൻ ഗഡ്കരി മിനിസ്റ്റർ ഓഫ് റോഡ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പോർട്ട്ഫോളിയോസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 3, 5, 9, 8. അപ്പോൾ ഈ ലോക്പാൽ പോലെയുള്ള ബോഡീസ്, നീതി ആയോഗ് പോലെയുള്ള ബോഡീസിനൊക്കെ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ബേസിക് ഫാക്ട്സിൻ്റെ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര മെമ്പേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്, ആദ്യത്തെ ചെയർമാൻ ആര്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ പതറേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്, 9. 9 എന്ന് പറയുമ്പോൾ ഒരു ചെയർമാനും 8 മെമ്പേഴ്സുമാണ് ഉള്ളത്. ഇപ്പോൾ ചോദിക്കുകയാണ് ചെയർ അല്ലാണ്ട് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 8 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഫോർമേഷൻ, അതായത് രൂപീകരണവും അതിൻ്റെ ഭരണഘടനയുമായ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ 124, ഓപ്ഷൻ ബി 197, ഓപ്ഷൻ സി 202 ആൻഡ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം നൺ ഓഫ് ദി അബവ് ഓപ്ഷനും ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 124, 124 ഓപ്ഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സുപ്രീം കോർട്ട് എന്നുള്ള ഭാഗത്തുള്ള ആദ്യത്തെ ഓപ്ഷനാണ് 124 എന്ന് പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ തുടങ്ങുന്നത് തന്നെ 124 എന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ തുടങ്ങുന്നതിൻ്റെ തുടക്കം തന്നെ ആയിരിക്കണമല്ലോ അതിൻ്റെ രൂപീകരണത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 124 ആണ് വരിക. അപ്പോൾ ഈ ബാക്കി കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾസും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെ ആയിരിക്കണം അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്, എന്തൊക്കെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ കൂടെ പഠിക്കുക. അതേപോലെ തന്നെ സുപ്രീം കോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആരാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ TN ശേഷൻ, ഓപ്ഷൻ ബി VS രമാദേവി, ഓപ്ഷൻ സി VS സമ്പത്തും, ഓപ്ഷൻ ഡി സുകുമാർ സെന്നുമാണ്. അപ്പം 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതാണ് ഫസ്റ്റ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ നോക്കാം. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുകുമാർ സെൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി കൊടുത്തിരിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പേരും കൂടെ ഉണ്ട്, അതാണ് TN ശേഷൻ എന്ന് പറയുന്നത്. TN ശേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം തീരെ കറപ്ഷൻ ഒന്നും സമ്മതിക്കാണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഭയങ്കര ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടത്താൻ വേണ്ടി രൂപീകരിച്ച് ഭയങ്കര അങ്ങനെ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ് TN ശേഷൻ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് TN ശേഷന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ സ്പീക്കർ, ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഓം ബിർള, ഓപ്ഷൻ ബി GV മാവ്ലങ്കർ, ഓപ്ഷൻ സി രബി റായ്, ഓപ്ഷൻ ഡി BR ഭഗത്. 4 ഓപ്ഷൻസ് ആണല്ലേ. ആരാണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ എന്നാണ് നോക്കാം. ആൻസർ വരുന്നത് GV മാവ്ലങ്കർ ആണ്. GV മാവ്ലങ്കർ ആണ് ഇന്ത്യയുടെ ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കറായിട്ട് വരുന്നത്. അപ്പം അടുത്തത് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? സോ നമ്മൾ നേരത്തെ കണ്ടു ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആരാണ് മുഖ്യമന്ത്രി ആയത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? R ശങ്കർ, B K കരുണാകരൻ, C CH മുഹമ്മദ് കോയ, D EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ആരാണ് ആദ്യത്തെ മുഖ്യമന്ത്രി നമുക്ക് നോക്കിയാലോ.
ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ആദ്യത്തെ, ഏറ്റവും കൂടുതൽ തവണ, ഏറ്റവും കൂടുതൽ സമയം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രികളെ കുറിച്ചുള്ള ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 8, 9, 5, 6 ആണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത് ജനറലി എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കുറേ ആർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ആ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഓരോ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മെയിനായിട്ട് കുറേ റൈറ്റ്സ് ഉണ്ടാകും. അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ 6 ആണ്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഫസ്റ്റ് വൺ സമത്വകാശം, അതായത് റൈറ്റ് ടു ഈക്വാളിറ്റി ആണ്. ഈക്വാളിറ്റിയുടെ റൈറ്റ്സ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ റൈറ്റ് ടു ഈക്വാളിറ്റി ആണ്. സെക്കൻഡ് വൺ എന്താണ്? സ്വതന്ത്രാവകാശം, അതായത് റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം വരുന്നത്. അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം, അതായത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 to 24 ആണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. അതല്ലാണ്ട് മതസ്വാതന്ത്ര്യാവകാശം, അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ എന്നാണ് അടുത്ത അവകാശം വരുന്നത്. അതായത് ആർട്ടിക്കിൾ 25 to 28 ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ. ആർട്ടിക്കിൾ 25 to 28 ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ വരുന്നത്. അടുത്തത് സംസ്കാരവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29 to 30 ആണ് വരുന്നത്. അടുത്തത് എന്താണ്? ഭരണഘടനാപരമായി പരിഹാരാവകാശങ്ങൾ, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32, അതായത് സുപ്രീം കോർട്ടിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, സുപ്രീം കോർട്ടിന് റിറ്റ് ഇറക്കാൻ പറ്റും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് 6 റൈറ്റ്സ് ആണല്ലോ. എന്തൊക്കെയാണ്? റൈറ്റ് ടു ഈക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ, കൾച്ചറൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇതിൻ്റെ ബേസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഭയങ്കര സർഫസ് ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ വരാം. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്താൽ, കൂടുതൽ ഭയങ്കര ഡീപ്പായിട്ടല്ല, ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്താൽ നമുക്ക് അതിൻ്റെ എന്താണ് കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സുഖം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? അതായത് പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, BN റാവു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ. നമ്മൾ കണ്ടില്ലേ ഡോക്ടർ S രാധാകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, അതിൻ്റെ ബേസ്ഡ് ഓഫ് ആയിട്ടാണ് ഈ പ്രിയാമ്പിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയാമ്പിൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇവിടെ വേറെ ഓപ്ഷനിൽ രാജേന്ദ്ര പ്രസാദ്, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ്. നേരത്തെ ഓപ്ഷനിൽ വന്നായിരുന്നു, വീണ്ടും ഓപ്ഷനിൽ വരെയാണ് രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ, അതായത് നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ള ചോദ്യം വന്നായിരുന്നു. അതും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് എലിമിനേഷനും നമുക്ക് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ച് തുടങ്ങാനുള്ള പ്രായം എത്ര? ഏത് വയസ്സിലാണ് നമുക്ക് വോട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് ആയിട്ടാണുള്ളത്. 21 വയസ്സ്, 18 വയസ്സ്, 16 വയസ്സ്, 20 വയസ്സ്. അപ്പോൾ പണ്ട് വേറൊന്നായിരുന്നു, പിന്നെ മാറിയിട്ട് വേറൊന്നായി മാറുകയും ചെയ്തു. അപ്പോൾ എന്താണ് ആൻസർ? നമുക്ക് 18 വയസ്സിലാണ് വോട്ട് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ ഇത് പണ്ട് എന്തായിരുന്നു? 21 21 മാറി 18 ആയതാണ്. അതും വേണമെങ്കിൽ ചോദ്യമാവാം. ഇത് ഏത് അമെൻമെൻറ്റ്, ഏത് ഭേദഗതി മൂലമാണ് 21 മാറി 18 ആയതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 61st അമെൻമെൻറ്റ് ത്രൂ ആണ് നമുക്ക് 21 മാറി 18 ആയത് വോട്ടിംഗ് ഏജ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മൾ
ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും എന്തൊക്കെയാണ് ടോപ്പിക്സ് റിപ്പീറ്റ് ആവുന്നത് ഇതൊക്കെ നോക്കുക. അതേപോലെ ഈ നമ്മളുടെ ഈ കുറേ ഓപ്ഷൻസിൽ കിടക്കുന്ന പേരുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് വീണ്ടും പഠിക്കുക. കാരണം അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റ് ആയില്ലെങ്കിലും ആ ഓപ്ഷൻസ് എന്നൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ടോപ്പിക്ക് പഠിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഓരോ പേരുകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ പേരുകളെടുത്ത് അവരുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. അവരുടെ തന്നെ ഡീറ്റെയിൽസ് ആണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും 7 മണിക്കുണ്ട്. അപ്പോൾ അതെന്തായാലും കാണാം. അപ്പോൾ നമുക്ക് എക്സാമിന് കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മിൻറ്റിൻ്റെ 2 ക്ലാസ്സസാണ് ലോങ് ടേം ആയിട്ട് വരുന്നത്. LDCയുടെയും LGSൻ്റെയും ക്ലാസ്സസ് 2 എണ്ണം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് LDCയുടെ ക്ലാസ് 2 മാർച്ചിനും അതേപോലെ തന്നെ LGSൻ്റെ ക്ലാസ് 5 മാർച്ചിനാണ് തുടങ്ങുന്നത്. രണ്ടിനും 999 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഭയങ്കര 500 hours ക്ലാസ്സസാണ്. റെക്കോർഡഡും ഉണ്ട്, ലൈവ് സെഷൻസും ഉണ്ട്, മെൻറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഭയങ്കര ഗൈഡഡ് ആയിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ടെസ്റ്റ് സീരീസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, പ്രിൻറ്റബിൾ ആയിട്ടുള്ള ക്ലാസ് നോട്ട്സും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് ഗൈഡഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രയോറിറ്റി വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്താലും മതി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. മികച്ച പഠനം മിൻറ്റിനൊപ്പം. താങ്ക് യു.